I hope all of you are fit and fine. I am Sharanya, your English teacher. Today we are moving to the next part of our memoir, The Jungle Air Crash. And do you remember who has written it? Yes, Juliane Margaret Kopke. So dears, what happened in the last part? Yes, Juliane and her mother decided to celebrate Christmas with their father, and they are flying in a flight, and the flight wrecked in a storm, isn't it? Yes, and she fell down to the earth. So dears, let's look what happens now. All of you take out page number 122 and read with me. It was still light when the rain woke me up. I was lying under a section of 3 seats turned upside down. There was no sign of my mother, of any other passengers, or of the plane. All I could hear were frogs croaking and the rain. I had a bump on my head and a gash in my foot. I felt no pain, but I could not muster the energy to move and look round. Thus I spent the whole night lying under the seat, half asleep, in shock. So dears, what happened? She fell down. She had told that she was in unconscious state. Okay, അവൾ താഴെ വീണപ്പോൾ അവളുടെ ബോധം മറിഞ്ഞതായിട്ട് ഓർമ്മയുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ അവളുടെ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ, മഴ മുഖത്തേക്ക് വീണ സമയത്ത് കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ഇറ്റ് വാസ് സ്റ്റിൽ ലൈറ്റ് അറൗണ്ട് ഹെർ. ആൻഡ് ഷി വാസ് ലൈങ് അണ്ടർ എ സെക്ഷൻ ഓഫ് 3 സീറ്റ്സ്. 3 സീറ്റുകൾ ഒരുമിച്ച് ഒറ്റ സെക്ഷനായിട്ട് കിടക്കുകയാണ്. അതിൻ്റെ താഴെയായിട്ടാണ് അവൾ വീണ് കിടക്കുന്നത്. തിരിഞ്ഞ് മറിഞ്ഞിട്ട് സീറ്റിന് താഴെ അടിയിൽപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. അവിടെ അമ്മയുടെയോ കൂടെയുള്ള പാസഞ്ചേഴ്സിൻ്റെയോ പ്ലെയിനിൻ്റെയോ ഒരു തരത്തിലുള്ള അടയാളങ്ങളും അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ആൻഡ് ഓൾ ഷീ കുഡ് ഹിയർ ദാറ്റ് ദ ഫ്രോഗ്സ് സൗണ്ട് ആൻഡ് റെയിൻസ് സൗണ്ട്. ഷീ ഹാഡ് എ ബംപ് ഓൺ ഹെർ ഹെഡ് ആൻഡ് എ ഗാഷ് ഇൻ ഹെർ ഫുട്ട്. കാലിൽ ഒരു മുറിവും അതുപോലെ തലയിൽ വലിയൊരു മുഴയുമാണ് അവൾക്കുണ്ടായിരുന്നത്. ഷീ ഫെൽറ്റ് നോ പെയിൻ. ആ ഒരു മരവിപ്പിൽ വേദനയൊന്നും അറിഞ്ഞിരുന്നില്ല. പക്ഷേ അവൾക്ക് മൂവ് ചെയ്യാനുള്ള ഒരു എനർജി അപ്പോൾ കിട്ടിയിരുന്നില്ല. ആൻഡ് ഷീ സ്പെൻഡ് ദ ഹോൾ നൈറ്റ് ലൈക്ക് ദാറ്റ് ഓൺലി ആൻഡ് ഷീ കുഡ് നോട്ട് മൂവ് ആൻഡ് ലുക്ക് അറൗണ്ട്. അങ്ങനെ പകുതി ഉറക്കത്തിലും ഉറങ്ങാതെയായിട്ട് ആ ഒരു വീണ ഷോക്കിൽ ആ സീറ്റിനടിയിൽ തന്നെ അന്ന് രാത്രി അവൾ കഴിച്ചുകൂട്ടി. The next morning, I crawled out slowly because everything swam dizzy before me. I saw a small package and opened it. It contained some sweets and a Christmas cake. I tasted the cake and dropped it. It was soaking wet and revolting. Then I picked up a long stick with which to prop the ground to avoid snakes, poisonous spiders, and ants. My parents had taught me about the perils of the jungle in the years we had lived in it. That it is not the big animals that are the most dangerous, but the snakes and the insects. So next morning അവൾ എന്ത് ചെയ്തു? അവൾ വീണ ആ ഒരു 3 സെറ്റ്സ് ഓഫ് സീറ്റിൻ്റെ അടിയിൽ നിന്ന് ഇഴഞ്ഞു നീങ്ങി പുറത്തേക്ക് വന്നു. അവൾക്ക് തല ചുറ്റുന്ന പോലെയായിട്ട് തോന്നുന്നുണ്ട്. അപ്പോഴാണ് അവൾ അവിടെ അടുത്ത് ഒരു ചെറിയ പാക്കേജ് കണ്ടത്. അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ കുറച്ച് സ്വീറ്റ്സും അതുപോലെ ഒരു ക്രിസ്മസ് കേക്കും കാണാൻ കഴിഞ്ഞു. ക്രിസ്മസ് കേക്ക് ടേസ്റ്റ് ചെയ്തപ്പോൾ അത് കേടുവന്നതായിട്ടും നനഞ്ഞൊലിച്ചതായിട്ടും കണ്ടപ്പോൾ അവളത് കളഞ്ഞു. പിന്നെ അവൾ എന്താണ് ചെയ്തത്? അവളൊരു ലോങ് സ്റ്റിക്ക് കയ്യിൽ കരുതി. എന്തിനാണ്? ഒരുപാട് വർഷം കാട്ടിൽ താമസിച്ച എക്സ്പീരിയൻസ് അവൾക്കുണ്ട്. അപ്പോൾ അവളുടെ പാരൻസ് അവളോട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, കാട്ടിൽ ഏറ്റവും അപകടം എന്ന് പറയുന്നത് വലിയ എനിമൽസ് അല്ല, എന്താണ്, സ്നേക്സും അതുപോലെ പോയിസണസ് ആയിട്ടുള്ള സ്പൈഡേഴ്സുമാണ്. അതുകൊണ്ട് തന്നെ ഈ വലിയ സ്റ്റിക്ക് വെച്ചിട്ട് ഗ്രൗണ്ട് നടക്കുന്ന വഴിയിലൊക്കെ ഇങ്ങനെ പ്രോബ് ചെയ്യാനായിട്ട്, സെർച്ച് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് ആ ഒരു സ്റ്റിക്ക് കയ്യിൽ കരുതിയത്. സോ ഷീ നോ ദ പെരിൽസ് ഓഫ് ദ ജംഗിൾ ആൻഡ് ഇറ്റ് ഈസ് മോർ ഡേഞ്ചറസ് the snakes and insects than the big animals. Feeling ahead with the stick, I started looking for my mother. I was so dizzy that after each step I had to rest. After hours of poking around, I heard gentle splashing nearby and discovered a tiny brook.
My parents had impressed on me that when lost in jungle, one should always look for streams and then follow them to larger streams. Rivers are what the roads are there. Here, and the Indian tribes and the white plantation people live on their banks. Rivers in the tropical forest of Peru meander and circle. One can walk for kilometers along the bank and only advance 100 meters towards one's destination. So, she was feeling ahead with the stick. ആ സ്റ്റിക്കുമായിട്ട് അവൾ എന്ത് ചെയ്യാണ്, മുന്നോട്ട് നീങ്ങാണ്. ആ സമയത്ത് അവളുടെ അമ്മ എവിടെയെങ്കിലും കൂടെയുള്ള പാസഞ്ചേഴ്സോ അമ്മയോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്തു. ആൻഡ് ഷീ ഫെൽറ്റ് സോ ഡിസി, തല കറങ്ങുന്നത് പോലെയായിട്ട് അവൾക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കും തോറും റെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഒരുപാട് നേരത്തെ സെർച്ചിങ്ങിന് ശേഷം അവൾ എന്ത് കേട്ടു? ഒരു ചെറിയ ശബ്ദം കേട്ടു, ഒരു വാട്ടർ സ്പ്ലാഷിങ് പോലെയുള്ള സൗണ്ട്. അപ്പോഴാണ് അടുത്തായിട്ട് ഒരു ചെറിയൊരു അരുവി കണ്ടത്. അവളുടെ പാരൻസ് പറഞ്ഞിട്ടുണ്ട്, അരുവി അല്ലെങ്കിൽ ചെറിയ സ്ട്രീംസൊക്കെ കാട്ടിൽ വഴി തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രീംസ് ഉണ്ടെങ്കിൽ അതിനെ ഫോളോ ചെയ്യുക. ആ ചെറിയ സ്ട്രീംസ് എന്തിനെ ഫോളോ ചെയ്യും? വലിയ സ്ട്രീംസിലേക്ക് വഴിതെളിക്കും, അല്ലെങ്കിൽ വലിയ റിവേഴ്സിലേക്ക് വഴിതെളിക്കും. ആ റിവേഴ്സിൻ്റെ ചുറ്റിലായിട്ട് ആൾക്കാർ താമസിക്കുന്നുണ്ടാവും, വൈറ്റ് പ്ലാന്റേഷൻ പീപ്പിളൊക്കെ അവിടെ താമസിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ പെറുവിലൊക്കെ ട്രോപ്പിക്കൽ ഫോറസ്റ്റിൽ ആ സർക്കിളിലൊക്കെ വൈറ്റ് പ്ലാന്റേഷൻ പീപ്പിളാണ് താമസിക്കുന്നത്. അതുകൊണ്ട് അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ പറ്റും, അങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളത് അവളുടെ പാരൻസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സോ വൺ ക്യാൻ വാക്ക് ഫോർ കിലോമീറ്റേഴ്സ് അലോങ് എ ബാങ്ക് ആൻഡ് ഓൺലി അഡ്വാൻസ് 100 meters ടുവാർഡ്സ് വൺ ഡെസ്റ്റിനേഷൻ. അതുകൊണ്ട് തന്നെ മണിക്കൂറുകളോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു കരയിൽ സഞ്ചരിച്ചിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും എന്നാണ് അവൾ പറയുന്നത്. ബട്ട് ഐ ഹാഡ് ടു സ്റ്റേ നിയർ ഓർ ഇൻ ദ സ്ട്രീം. ഇറ്റ്സ് ബാങ്ക്സ് were overgrown with tangled vines, making every step arduous. Sometimes I had to wade through the water because huge rotted tree trunks barred my way. It was slow going. So she had to stay near or in the stream. സ്ട്രീമിൻ്റെ അടുത്ത് നിൽക്കാനോ അല്ലെങ്കിൽ സ്ട്രീമിൽ നിൽക്കാനോ ആണ് അവൾക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. എന്തുകൊണ്ടാണ്? ഇറ്റ്സ് ബാങ്ക്സ് were overgrown with tangled vines. വള്ളിപ്പടർപ്പുകൾ കൊണ്ട് അതിൻ്റെ കരയൊക്കെ ആകെ ചുറ്റപ്പെട്ടിട്ട് അവൾക്ക് ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് ടു മൂവ് ത്രൂ ദാറ്റ് ബാങ്ക്സ് ഓഫ് ദ ബ്രൂക്ക്. സോ മേക്കിംഗ് എവറി സ്റ്റെപ്പ് ഡിഫിക്കൾട്ട്. ആർഡേഴ്സ് മീൻസ് ഡിഫിക്കൾട്ട്. ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു ടാസ്ക് ആയിരുന്നു. Sometimes I had to wade through the water because huge rotted tree trunks barred my way. പലപ്പോഴും അവൾക്ക് വെള്ളത്തിലിറങ്ങിയിട്ട് വെള്ളത്തിലൂടെ ഡിഫിക്കൽട്ടായിട്ട് നടക്കേണ്ട അവസ്ഥ വന്നു. കാരണം കരയിലൊക്കെ വലിയ മരത്തടികൾ വീണിട്ട് എന്ത് ചെയ്യുന്നു? വഴിയൊക്കെ തടഞ്ഞ പോലെ ആയിരുന്നു. It was slow going. That's why she cannot move very fastly. It was very slow going. Nights in the jungle are attractive only in films. In real life, they are frightening. There was always a rustling somewhere. Snakes. Sometimes was crawling over my legs, a tarantula. Even the air seemed poisoned by decaying trees. I slept fitfully. കാട്ടിലെ രാത്രി എന്ന് പറയുന്നത് ഫിലിംസിൽ മാത്രമാണ് അട്രാക്റ്റീവ്. റിയൽ ലൈഫിൽ അത് വളരെയധികം ഭയപ്പെടുത്തുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് എന്നാണ് അവൾ പറയുന്നത്. എപ്പോഴും ഒരു ശബ്ദം അങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ചിലപ്പോൾ അതൊരു സ്നേക്ക് ആവാം, അല്ലെങ്കിൽ നമ്മുടെ കാലിനിടയിലൂടെ ഒരു ടെറാൻറ്റുല അരിച്ചു പോകുന്നതായിട്ട് ഫീൽ ചെയ്യാം. വാട്ട് ഈസ് ടെറാൻറ്റുല? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ലാർജ് ഹെയറി സ്പൈഡർ. സോ ഈവൻ ദ എയർ സീംഡ് പോയ്സൺഡ് ബൈ ദ ഡീക്കേയിങ് ട്രീസ്. ഐ സ്ലെപ്റ്റ് ഫിറ്റ്ഫുള്ളി. ആ കാട്ടിലെ സൂര്യപ്രകാശം കടന്നു വരാത്ത ആ കാട്ടിലെ എയർ പോലും പോയ്സൺഡായിട്ട് അവൾക്ക് തോന്നിയെന്ന് പറയാണ്. കാരണം കാട്ടിൽ മരങ്ങളും ഇലകളൊക്കെ വീണിട്ട് അവിടെ ഡീക്കേ ആയിട്ട് ആ ഒരു സ്മെല്ല്, ഇറ്റ് ഈസ് വെരി പോയ്സണസ്. ഷീ തിങ്സ് ദാറ്റ് ഇറ്റ് ഈസ് വെരി പോയ്സണസ്. സോ ഷീ സ്ലെപ്റ്റ് ഫിറ്റ്ഫുള്ളി, നോട്ട് റെഗുലർലി. ഹെർ സ്ലീപ്പിംഗ് വാസ് നോട്ട് ഇൻ എ ഗുഡ് മാനർ. സോ it was the situation of that night. On the third day, I heard vultures
Where there are vultures, there are usually bodies. I came upon a piece of airplane fuselage and saw twisted cables. The place stank of burnt fuel. But I could find no survivors. During the afternoon, I heard the noise of aircraft engines. I knew it was senseless, but I yelled, "Hello, help!" over and over again. They must have been quite near, though I saw them and, of course, though I never saw them, and of course they did not spot me. Then the noise of the planes faded and I was again alone. But I was not disheartened. I could walk. I was not hungry and I could drink from the clear stream. So it was the third day. 2 ദിവസം കഴിഞ്ഞു. 3-ാമത്തെ ദിവസമാണ് അവൾ ഫ്ലൈറ്റിൽ നിന്ന് വീണതിൻ്റെ. സോ ആ 3-ാമത്തെ ദിവസം അവൾ കഴുകൻ്റെ ശബ്ദം കേട്ടു. കഴുകൻ എവിടെയുണ്ടോ അവിടെ ഡെഡ് ബോഡീസ്, ഡെഡ് തിങ്സ് ഉണ്ടാവും എന്നാണ് നമ്മൾ വിചാരിക്കുക. അതുകൊണ്ട് തന്നെ അവളവിടെ എന്ത് ചെയ്തു, അന്വേഷിച്ചു. സോ ഷീ സോ എയർപ്ലെയിൻ ഫ്യൂസേജ് ആൻഡ് സോ ട്വിസ്റ്റഡ് കേബിൾസ്. കുറച്ച് എയർപ്ലെയിനിൻ്റെ വേസ്റ്റും അതുപോലെ ട്വിസ്റ്റഡ് ആയിട്ടുള്ള കേബിൾ വയേഴ്സും കണ്ടു. അവിടെ ആ ഒരു സ്ഥലത്ത് സ്ട്രോങ് അൺപ്ലസൻറ്റ് സ്മെൽ ഓഫ് ഫ്യൂവൽ. സ്റ്റാങ് മീൻസ് സ്ട്രോങ് ആൻഡ് അൺപ്ലസൻറ്റ് സ്മെൽ. ഫ്യൂവലിൻ്റെ വളരെ ബാഡായിട്ടുള്ള സ്മെല്ലും അറിഞ്ഞു. പക്ഷേ അവിടെ ഒരു സർവൈവേഴ്സിനെ അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ നടന്നു നീങ്ങുമ്പോൾ ആഫ്റ്റർനൂൺ അടുപ്പിച്ചിട്ട് അവൾ എന്ത് ചെയ്തു, എയർക്രാഫ്റ്റ് എൻജിൻ്റെ ഒരു എയറോപ്ലെയിനിൻ്റെ സൗണ്ട് കേട്ടു. അപ്പോൾ അവൾ എന്ത് ചെയ്തു, ഉറക്കെ വിളിച്ചു കൂവി. ഹലോ, ഹെൽപ്പ് എന്നൊക്കെ ഉറക്കെ വിളിച്ചു കൂവി. അത് സെൻസ്ലെസ് ആണെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അങ്ങനെ വിളിച്ചാൽ ആരും കേൾക്കില്ല എന്ന് അറിഞ്ഞിട്ട് പോലും അവൾ എന്ത് ചെയ്തു, ഹലോ, ഹെൽപ്പ് എന്ന് ഉറക്കെ വിളിച്ചു. പക്ഷേ അത് ചിലപ്പോൾ അടുത്തായിരിക്കാം, പക്ഷെ അവരൊരിക്കലും അവളെ കണ്ടില്ല. ദെൻ ദ നോയ്സ് ഓഫ് പ്ലെയിൻ ഫേഡഡ്. അങ്ങനെ ആ ഒരു സൗണ്ട് ഫേഡ് ചെയ്ത് പോയി. അവൾ ഒറ്റയ്ക്കായിപ്പോയി. പക്ഷെ അവൾ തളർന്നില്ല. ഡിസ്ഹേർട്ടൻ മീൻസ് ടയേർഡ്. അവൾ ഒരിക്കലും അതുകൊണ്ട് തളർന്നില്ല. കാരണം എന്താണ്, ഷീ കുഡ് വാക്ക്. അവൾക്ക് നടക്കാൻ കഴിയുമായിരുന്നു. ആൻഡ് ഷീ വാസ് നോട്ട് അറ്റ് ഓൾ ഹംഗ്രി. അവൾക്ക് വിശക്കുന്നുണ്ടായിരുന്നില്ല. ഈ 2 കാര്യങ്ങൾ കൊണ്ട് തന്നെ അവൾ തളർന്നില്ല, മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. ആൻഡ് ഷീ കുഡ് ഡ്രിങ്ക് ഫ്രം ദ ക്ലിയർ സ്ട്രീം. ആ ക്ലിയർ സ്ട്രീമിൽ നിന്ന് വാട്ടർ കുടിക്കാനായിട്ടും അവൾക്ക് പറ്റി. അതുകൊണ്ട് തന്നെ തളരാതെ മുന്നോട്ട് പോകാനായിട്ട് അവൾ ശ്രമിച്ചു. സോ ഡിയേഴ്സ്, today we are taking from this paragraph till this paragraph. I hope all of you understood what I taught today. So let's wind up today's class here. All of you read our textbook twice. Thank you. Take care.